കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2025 നവംബർ മാസം 28 അതായത് ഈ വർഷത്തിലെ ഏറ്റവും അവസാനത്തെ സഭായോഗമായി, വീട്ടിലെ സഭായോഗമായി ഞങ്ങൾക്ക് കടന്നു വരുവാൻ കർത്താവ് തന്ന കൃപയോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വലിയ വലിയ മെഗാ ചർച്ചുകളിലൊക്കെ പോയിക്കൊണ്ടിരുന്നവരായിരുന്നു ഞങ്ങൾ. വലിയ വലിയ ലീഡർഷിപ്പിൻ്റെയൊക്കെ കീഴിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നവരായിരുന്നു ഞങ്ങൾ. എന്നാൽ നിത്യതയിലെത്താൻ അതൊക്കെ പ്രയോജനമല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ മാറിക്കൂടാനിടയായത് എന്ന് ഓർപ്പിക്കട്ടെ. സഭകളുടെ ലക്ഷ്യവും നേതൃത്വങ്ങളുടെ ലക്ഷ്യവും മറ്റൊന്നാണെന്ന് കണ്ടതുകൊണ്ട്, ആ തിരിച്ചറിവ് വന്നപ്പോൾ അവിടെ നിന്നൊക്കെ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങിപ്പോരാനിടയായി. സുമാർ 5 സഭകളിൽ എനിക്ക് ശുശ്രൂഷയ്ക്കായിട്ടുള്ള അവസരങ്ങൾ വെച്ച് നീട്ടി സ്നേഹപൂർവ്വം അതെല്ലാം നിരസിക്കാനിടയായി. കാരണം ബാബു ജോൺ വേട്ടമല പാസ്റ്റർ പറയുന്ന ആ യാഥാർത്ഥ്യം പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത്. ശരിയായ ഒരു ആത്മീയ നേതൃത്വം, അനുകരിക്കാൻ കൊള്ളാകുന്ന ആത്മീയ നേതൃത്വങ്ങൾ, അനുകരണീയമായ നേതൃത്വങ്ങൾ നമുക്കില്ല. എല്ലാം ജീർണിച്ചു പോയി. ആത്മീയമായി മൂല്യച്യുതി സംഭവിച്ചു കിടക്കുന്ന നേതൃത്വങ്ങളാണ് ബഹുഭൂരിപക്ഷവും എന്ന് പറയുന്നതിൽ ഖേദമുണ്ട്. അങ്ങനെ വന്നപ്പോൾ സ്വർഗത്ത് പോകണമല്ലോ, ദൈവരാജ്യം പ്രാപിക്കണമല്ലോ, ഈ ഭൂമിയിലെ കഷ്ടങ്ങളും ഭാരങ്ങളും ബുദ്ധിമുട്ടുകളെല്ലാം സഹിച്ച് ജീവിച്ച് ഇനി യാതനാ സ്ഥലത്ത് കൂടി പോയി കിടന്ന് ആ ധനവാൻ അനുഭവിച്ച യാതന അനുഭവിക്കാൻ മനസ്സില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ ഫ്രാങ്കായിട്ട് അങ്ങ് പറയുക, തുറന്നങ്ങ് പറയുക, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സ്തോത്രം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ നമ്മുടെ ആത്മീക നിലവാരത്തെ ശ്രദ്ധയോടുകൂടി കരുതണമെന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളൊക്കെ വലിയ വലിയ ചർച്ചകളിൽ പോകുന്നവരായിരിക്കാം. 1000, 2000, 3000 പേരൊക്കെ ഉള്ള ചർച്ചകളിൽ പോകുന്നവരായിരിക്കാം. അല്ലെങ്കിൽ 50, 60, 70, 80, 100 പേര് പോകുന്ന ചർച്ചകളിൽ പോകുന്നവരായിരിക്കാം. നിങ്ങളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടുന്ന ആ ആത്മീക അനുഭവങ്ങളെ നിങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിച്ചെടുക്കണമെന്ന് ഞാൻ കൈകൂപ്പി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രൈസ്തവർക്ക് നേരെ ഈ ക്രിസ്മസിനോടനുബന്ധിച്ചുണ്ടായ ആക്രമണങ്ങൾ കേരളത്തിൽ പോലും. ഹല്ലേലൂയ. ഞാനതിന് പറയുന്നു എന്ന് ചോദിച്ചാൽ, ക്രിസ്മസ് നമുക്കില്ല. നമുക്കറിയാം, എല്ലാ വർഷവും യേശു ജനിക്കുകയും ഒന്നും ചെയ്യുന്നില്ല. നമുക്കറിയാം, ക്രിസ്മസിൻ്റെ യാതൊരു ആഘോഷങ്ങളും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലില്ല. ആഘോഷിക്കുന്നവർക്ക് ഇഷ്ടം പോലെ ഉണ്ട്. കാരണം അങ്ങനെയുള്ള ഒരു പെന്തക്കോ സമൂഹമാണല്ലോ, ജീർണിച്ച് കിടക്കുന്ന ഒരു ക്രൈസ്തവ സമൂഹമാണ് നമുക്കുള്ളത്. ഒരു ക്രിസ്മസ് അല്ല, എന്ത് വേണമെങ്കിലും ആഘോഷിക്കും. ഇസ്രായേൽ മക്കളെ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ യെഹെസ്കേലിൻ്റെ പ്രവാചക പുസ്തകം 20-ാം അധ്യായം ഞാൻ പഠിച്ചപ്പോൾ അവരുടെ കുഞ്ഞുങ്ങളെ ബലിയർപ്പിച്ചു അന്യദേവന്മാർക്ക്. എന്തിനാ? ദൈവപ്രീതി നേടാനാ. എൻ്റെ നിക്ഷേപം വന്ന് ദൈവം എണ്ണിയ ഇസ്രായേൽ മക്കൾ അതപ്പതിച്ച് സ്വന്തം കുഞ്ഞുങ്ങളെ അഗ്നിപ്രവേശനം ചെയ്യിക്കാൻ പോലും മനസ്സുള്ളവരായി അവർ ജീർണിച്ചു പോയി, അവർ അതപ്പതിച്ചു പോയി, അവർ നാമാവിശേഷമായി പോയി. മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇസ്രായേൽ മക്കൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും പീഡിപ്പിക്കപ്പെട്ടതെന്ന് എൻ്റെ പ്രബുദ്ധരായ ദൈവമക്കൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം. അവൻ സ്വന്തമായിലേക്ക് വന്ന് സ്വന്തമായൊരു അവനെ കൈക്കൊണ്ടില്ല. യഹൂദനെ രക്ഷിപ്പാൻ വന്ന കർത്താവിനെ അവർ തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് ആത്മീയമായി ദൈവം അവരെയും തള്ളിക്കളഞ്ഞു. എന്നാൽ ദൈവത്തിൻ്റെ മഹാമനസ്സിന് നിമിത്തം അവർക്കൊരു മടങ്ങിവരവ് ഉണ്ടെന്ന് പ്രവാചക ശബ്ദങ്ങളിലൂടെ ദൈവം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചിച്ചു. ആ പ്രവചനത്തിൻ്റെ നിവൃത്തി എന്ന വണ്ണം അവരെ ഒരു ശേഷിപ്പിനെ ദൈവം മടക്കി വരുത്തി ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിച്ചു. ഇന്ന് ശക്തിയായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പോഴും അവർ ദൈവകൃപയിൽ നിന്ന് അന്യപ്പെട്ട് തന്നെയാണ് നിൽക്കുന്നത്. അവരെ ആരെയും ഉപദ്രവിക്കത്തില്ല, അവരാർക്കും ഒരു ദോഷം ചെയ്യത്തില്ല.
പക്ഷെ അവരെ ഉപദ്രവിക്കാൻ പോയാൽ, ഞാൻ സാധാരണ പറയുന്ന പോലെ, അവർ ചെറുതായിട്ടൊന്ന് മാന്തിയാൽ അവർ മാന്തി പൊളിക്കും. അതാണ് അവരുടെ സ്വഭാവം. അത് ഇസ്രായേൽ മക്കളുടെ സ്വഭാവമാണ്. സ്തോത്രം. ഞാൻ അതിനെക്കുറിച്ച് പറയാനല്ല ഇവിടെ ഇരിക്കുന്നത്. നമ്മുടെ മുൻപിലുള്ള ദിനങ്ങൾ 2-3 ദിനങ്ങൾ കഴിഞ്ഞാൽ പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക. എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും എനിക്ക് പറയാനുള്ളത്, 2025 ആത്മീയ നിലവാരം കുറവാണെങ്കിൽ അത് എത്രയും വേഗം ആത്മീയ നിലവാരത്തിൻ്റെ വർധനവിലേക്ക് നമ്മൾ വരണം. ആത്മീയ വളർച്ചയിലേക്കും ആത്മീയ വർധനവിലേക്കും ആത്മീയ നിറവിലേക്കും ദയവായി നമ്മൾ വന്നേ മതിയാവും. ഇനി നമ്മുടെ മുമ്പിലുള്ള നാളുകൾ എത്രത്തോളം പ്രശ്നങ്ങൾ കൊണ്ട് നിറയുമെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മോദി വടക്കേ ഇന്ത്യയിലെ ചർച്ചകളിലൊക്കെ പോയി കുർബാന കൈക്കൊള്ളുകയും വളരെ ഭയഭക്തിയോടിരിക്കുകയും ചെയ്തത് നമ്മൾ പത്രദ്വാരയും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ TV യിലൂടെയൊക്കെ നമുക്ക് കാണാനിടയായി. സ്തോത്രം. ഒരു അച്ഛൻ അതിനെക്കുറിച്ച് പറഞ്ഞത് കേട്ട് ഞാൻ വളരെ ചിന്താകുലനായി. കാരണം അച്ഛന്മാരും പാസ്റ്റർമാരും വിശ്വാസികളും പോലും ഇത്ര ഭയഭക്തി കാണിക്കത്തില്ല. അത്രത്തോളം ഭയഭക്തിയോടുകൂടിയാണ് തൻ്റെ ആ ചർച്ചകളിലെ പള്ളിയിലെ ഇരിപ്പ്, അവിടുത്തെ നിൽപ്പ്. ഇത് ഏത് ഭക്തിയായിരുന്നു എന്ന് ഹൃദയത്തെ ശോധന ചെയ്യുന്ന ദൈവത്തിനറിയാം. അത് കപടഭക്തിയാണോ അതോ യഥാർത്ഥ ഭക്തിയാണോ എന്നുള്ളത് ദൈവത്തിനറിയാം. പലർക്കും അറിയാമെന്നൊക്കെ അവർ പറയുന്നത്. കാരണം നമുക്ക് അങ്ങനെ പറയാനുള്ള കാരണം, അതിന് ശേഷവും അതിന് മുമ്പും ക്രൈസ്തവർക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടായപ്പോൾ ഒരു വാക്കുപോലും ഉച്ചരിക്കുവാൻ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തുനിഞ്ഞില്ല എന്നുള്ളതാണ് കാരണം. അപ്പോൾ ഈ ഭക്തി എന്തായിരുന്നു? അങ്ങനെയാണ് മറ്റേ ഭക്തിയെ വിലയിരുത്തുന്നത്. ഞാൻ അതിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നില്ല. എന്നാൽ അത് അവിടെ നിൽക്കട്ടെ. എന്നാൽ കർത്താവിൻ്റെ വരവിന് മുൻപ് ദൈവസഭയ്ക്ക് പീഡയുണ്ടെന്നുള്ളത് ഈ മക്കൾ മനസ്സിലാക്കണം. ഒരു കൊയ്ത്തിന് വേണ്ടി ദൈവം സമയം മാറ്റി വെച്ചിരിക്കുക. ആ കൊയ്യുന്നതിന് മുൻപ് സഭയ്ക്കൊരു പീഡയുണ്ട്. എക്കാലത്തും ക്രൈസ്തവ സഭ പീഡകളിലൂടെ കടന്നു പോയിട്ടുണ്ട്. പീഡകളിലൂടെ കടന്നു പോകുമ്പോൾ സഭ തകരുകയല്ല ചെയ്യുന്നത്, സഭ ശക്തി ആർജിക്കുക ചെയ്തത്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ, ഒരു സ്തെഫാനോസിനെ കൊന്നാൽ ഈ ക്രൈസ്തവ സമൂഹം തളർന്നു പോകും അല്ലെങ്കിൽ നശിച്ചു പോകുമെന്ന് ശത്രുപക്ഷം കരുതിയെങ്കിൽ നേരെ തിരിച്ചായിരുന്നു സംഭവിച്ചത്. സ്തെഫാനോസിനേക്കാൾ 1000 ശക്തിയുള്ളൊരു പൗലോസ് ഉയർത്തെഴുന്നേറ്റ് വരാനിടയായി. പൗലോസും ശിഷ്യന്മാരും കൂടി ചേർന്ന് ലോകം മുഴുവൻ ക്രിസ്തുവിൻ്റെ വചനങ്ങൾ വിതച്ചത് നിമിത്തം ലോകത്തിലെ ഏറ്റവും വലിയ പോപ്പുലേഷൻ ക്രിസ്ത്യാനികളാണ് എന്ന് പറയുന്നതിൽ അഭിമാനമുണ്ടെങ്കിലും മറുവശത്ത് ലജ്ജിക്കേണ്ടിയിരിക്കുന്നു. ക്രൈസ്തവ മൂല്യങ്ങളെ ചേർത്ത് പിടിക്കാൻ കഴിയാത്ത ക്രിസ്ത്യാനികൾ, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ആദർശങ്ങളെ കാറ്റിൽ പറത്തി മുമ്പോട്ട് പോകുന്ന ക്രിസ്ത്യാനികൾ, അവരാണ് ബഹുഭൂരിപക്ഷം. പെന്തക്കോസ് സമൂഹം ഉൾപ്പെടെ, ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന പെന്തക്കോസ് സമൂഹം ഉൾപ്പെടെ ക്രൈസ്തവ മൂല്യങ്ങളെ ബലികടിച്ച് കളയുന്നവരാണ്. എന്തുകൊണ്ടാണ് ഈ പീഡകൾ വരുന്നതെന്ന് നമ്മൾ വചനത്തിലൂടെ ഒന്ന് പഠിച്ചാൽ, ആത്മീയമായി ഒന്ന് പഠിച്ചാൽ, ഈ ലോകത്തിൽ ദൈവം ഏറ്റവും പ്രധാനമായി കാണുന്നത് തൻ്റെ സഭയാണ്. അത് കഴിഞ്ഞേ ഉള്ളൂ ഇസ്രായേൽ മക്കൾ. ലോകമെമ്പാടും ചിതറിക്കിടക്കുന്ന ദൈവസഭ, അതാണ് കർത്താവിന് ഏറ്റവും പ്രധാന വിഷയം. ജാതികളല്ല. ഈ സഭയെ ഒരുക്കാനാണ് പരിശുദ്ധാത്മാവിനെ അയച്ച് ദൈവം തന്നെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന സഭ ലോകത്തോട് ഇടകലർന്ന് കിടക്കുക. സഭ ആത്മീയമായി മൂല്യച്യുതി സംഭവിച്ച് കിടക്കുക. സഭ ക്രിസ്തുവിൻ്റെ ശരീരം, സഭ ദൈവാത്മാവ് വസിക്കുന്ന ഒരു കെട്ടിടം, സഭ മണവാട്ടി അല്ലെങ്കിൽ കന്യക എന്ന് 3 പഠനങ്ങളാണ് പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ
യേശുക്രിസ്തുവിന് വേണ്ടി നിർമ്മല കന്യകയായി ഏൽപ്പിക്കപ്പെട്ട സഭ അതിൻ്റെ നിർമ്മലത വിട്ടുകളഞ്ഞ് അശുദ്ധമായി ലോകത്തോടിടചേർന്ന് ആത്മീക വ്യഭിചാരം ചെയ്ത് മണവാളൻ വന്നാൽ ചേർക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുക സഭ. ദൈവാത്മാവ് വസിക്കുന്ന മന്ദിരം എന്നുള്ള നിലയിൽ പഠിക്കുമ്പോൾ ദൈവാത്മാവിന് വസിക്കാൻ കഴിയാതെ അന്യാത്മാവിൻ്റെ വാസത്തിലായിപ്പോയി സഭ. ബഹുഭൂരിപക്ഷം സഭാവിശ്വാസികൾ നേതൃത്വ നിരകളും എന്ന് പറയുന്നതിൽ ഖേദമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സഭ ദൈവത്തിൻ്റെ വചനത്തിലേക്കും വ്യവസ്ഥയിലേക്കും മടങ്ങി വരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. 2 ദിനവൃത്താന്തം 7-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ ഞാനത് കാണാതെ പറയാം. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് നിങ്ങളുടെ ദുർമാർഗ്ഗങ്ങളെ വിട്ടുതിരിഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുമെങ്കിൽ ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് പ്രാർത്ഥന കേട്ട് അവിടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. അപ്പം നമ്മുടെ ദേശത്തിന് സൗഖ്യമില്ല, ദൈവമക്കൾക്ക് സൗഖ്യമില്ല, ദൈവസഭയ്ക്ക് സൗഖ്യമില്ല, ക്രിസ്ത്യാനികൾക്ക് വേദനയാണ്, പീഡകളാണ്. എന്തുകൊണ്ട്? എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം ഒരു വഷളായി കിടക്കുക, അവർ അശുദ്ധിയിൽ കിടക്കുക, അവർ വചനവ്യവസ്ഥ വിട്ടു പോയിക്കൊണ്ടിരിക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഞങ്ങളെ ദൈവനം പഠിപ്പിച്ച ദൈവവൃത്തിന് എഴുതിയൊരു പുസ്തകമുണ്ട്, ദൈവസഭാ നവീകരണം. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഫോൺ വിളിച്ച് ചോദിച്ചാൽ അത് നിങ്ങൾക്ക് എടുത്ത് അതിൻ്റെ ഫോട്ടോ കോപ്പി എടുത്തു തരാൻ താല്പര്യമുണ്ട്. അത് നിങ്ങളെല്ലാവരും വായിച്ചിരിക്കണം. അതിലെഴുതിയിരിക്കുന്നത് ദൈവസഭ അതിൻ്റെ പാത വിട്ട് അബദ്ധസഞ്ചാരം ചെയ്തുകൊണ്ടിരിക്കുന്നു. 100% ഞാനത് സെക്കൻഡ് ചെയ്യാൻ അഭിപ്രായത്തെ. പാത വിട്ട് ദൈവസഭ പോയി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അതിൻ്റെ കനത്ത പ്രഹരങ്ങൾ ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുക. മാരകമായ രോഗങ്ങൾ, പല വിധത്തിലുള്ള കലാപങ്ങൾ. ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. ജനം അനുഭവിച്ചുകൊണ്ടിരിക്കുക. മാരകമായ രോഗം, പിന്നെ പലവിധമായ കലാപങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ. ഇത് മൂന്നും ലോകത്തെ എന്ത് ചെയ്യുക? പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുക. ഈ ലോകം എന്ന് ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവസഭയാന്നേ. അത് കഴിഞ്ഞാൽ ഇസ്രായേൽ മക്കളുമാണ്. പക്ഷെ ജാതികളൊന്നും ദൈവം മനസ്സിലായിട്ടൊക്കെ കാണുന്നുണ്ടെങ്കിലും വില കൊടുക്കുന്നത് തൻ്റെ സഭയാ. സഭയ്ക്ക് മൂല്യച്യുതി സംഭവിച്ചു. സഭ തകർന്നു കിടക്കുന്നു. സഭ ആത്മീയമായ അതിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ വർഗീയ കലാപങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുക. പ്രകൃതിക്ഷോഭങ്ങൾ വന്നുകൊണ്ടിരിക്കുക. മാരകമായ രോഗങ്ങൾ ലോകത്തെ കീഴ്പ്പെടുത്തി കഴിഞ്ഞു. ഈയിടയ്ക്ക് ഡോക്ടർമാർ പറഞ്ഞു ചില രോഗങ്ങളെക്കുറിച്ച് ഒരു വ്യക്തതയില്ല. എന്ത് രോഗമാണെന്ന് രോഗനിർണയം നടത്താൻ കഴിയുന്നില്ല. അതിന് മരുന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. ഇനി അതെല്ലാം വർദ്ധിച്ച് വരും. ഹോസ്പിറ്റലും ഡോക്ടർമാരും നേഴ്സുമാരും വർദ്ധിക്കുമ്പോൾ അതിനേക്കാൾ മാരകമായ രോഗങ്ങൾ വർദ്ധിച്ചു വരും. ഇവിടെ തകർന്നു കിടക്കുന്ന ദൈവസഭയാണ് അതിന് ഉത്തരവാദി എന്ന് വേദപണ്ഡിതന്മാർ ഒരേ ശബ്ദത്തിൽ പറയുമ്പോൾ ഞാനും അതിനെ പിന്താങ്ങുക. ഹല്ലേലൂയ. സഭയ്ക്ക് മൂല്യച്യുതി സംഭവിച്ചു. സഭ പ്രമാണത്തിലേക്ക് മടങ്ങി വരട്ടെ. സഭ ദൈവവചന വ്യവസ്ഥയിലേക്ക് മടങ്ങി വരട്ടെ. സഭയിലുള്ളവർ ആത്മീകരായി തീരട്ടെ. കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ ഉണ്ടായ മതം യഹൂദ മതമാണെന്ന് ഞാൻ പല പ്രാവശ്യം മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയാവുന്ന സത്യം കൂടി എടുത്തു പറഞ്ഞതേ ഉള്ളൂ. ആ യഹൂദ മതം ഏതവസ്ഥയിലായി? ഇടയിലില്ലാത്ത ആളുകളെ പോലെ ചിതറിക്കിടക്കുന്നവരായി മാറി. ചിതറിയവരും കുഴഞ്ഞവരുമായി മാറി. സ്വത്രം. അതുകൊണ്ട് വേലക്കാർ എഴുന്നേൽക്കണം. എങ്ങനെയുള്ള വേലക്കാര്? പ്രസംഗിച്ച് കാശുണ്ടാക്കുന്ന വേലക്കാരല്ല, പ്രസംഗിച്ച് ആളെ കൂട്ടുന്ന വേലക്കാരല്ല. അവരുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ജാഗരിച്ച് ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവരാക്കുവാൻ ദൈവവചനം പ്രസംഗിച്ച് നടത്തുന്ന
കർത്താവിൻ്റെ വിലപ്പെട്ട ശുശ്രൂഷാ വൃന്ദങ്ങൾ എഴുന്നേറ്റ് വരണം. ഇന്നുള്ളവരെ കുറിച്ച് അല്ല ഞാൻ പറയുന്നത്. അവരൊക്കെ ആ അവസ്ഥയിൽ നിന്ന് നേരെ പോയി, താണുപോയി, വീണുപോയി. അതുകൊണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, വേലക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ മുമ്പ് ഒരു മെസ്സേജ് പറഞ്ഞത് ഓർക്കുന്നുണ്ട്, കൊയ്ത്ത് വളരെ ഉണ്ട്, വേലക്കാരെ ചുരുക്കം. എൻ്റെ ആ പ്രസംഗത്തിൽ ഞാൻ ഫോക്കസ് ചെയ്ത് കൊയ്ത്തെന്നുള്ള വിഷയമാണ്. ഈശ്വരമായി കർത്താവ് വരുന്നുണ്ട്. കൊയ്തെടുത്ത ചവിട്ടി മിതച്ച നെൽമണികളെ പതിരും നിറമണികളുമായി വേർതിരിച്ച് നിറമണികളെ പാണ്ഡികശാലയിലേക്കും പതിരുകളെ കൂട്ടിയിട്ട് കത്തിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഇതാ നമ്മുടെ മുൻപിൽ ആസന്നമായി നിൽക്കുന്നു. നമ്മുടെ അവസ്ഥ എന്ത്? നമ്മൾ നിറമണികളാണോ? നമ്മൾ ആത്മീകരാണോ? ഏത് പരിശോധനയുടെയും മധ്യത്തിൽ പതറിപ്പോകാതെ, തളർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ നിൽക്കുന്ന ആത്മീക വ്യക്തിത്വങ്ങളാണോ നമ്മൾ? അങ്ങനെയെങ്കിൽ നമ്മൾക്ക് കർത്താവിൻ്റെ വരയിൽ പോകാം. ഇല്ലെങ്കിലോ നമ്മുടെ കാര്യം അപകടത്തിലാണെന്ന് ഇന്ന് പൽക്കാലം നമ്മൾ മനസ്സിലാക്കുക. ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. ഞാൻ മുമ്പ് പറഞ്ഞ സമയം അധികം എടുക്കുന്നില്ല. എഫേസ്യ ലേഖനം 3-ാം അധ്യായമാണ് ഇന്നത്തെ ധ്യാനത്തിനായിട്ട് കർത്താവിൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചത്. പല ഗുരുവിധി ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏത് വചനഭാഗമെടുത്ത് പ്രസംഗിച്ചാലും അതെല്ലാം നിങ്ങൾക്ക് സുപരിചിതമായതും നിങ്ങൾ കേട്ടതും അറിവുള്ളതും ഗ്രഹിച്ചതുമായ ഭാഗങ്ങൾ തന്നെയാണ്. അപ്പോൾ പിന്നെ എന്തിനാ പാസ്റ്ററെ നിങ്ങളിങ്ങനെ പ്രസംഗിക്കുന്നത്? എല്ലാം ഞങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങളതൊക്കെ മറന്നുപോയെങ്കിൽ ഒന്ന് ഓർപ്പിച്ചുണർത്തുക യുക്തമെന്ന് പത്രോസ് പറഞ്ഞ ഭാഷ കടമെടുത്ത് ഞാനും പറയുന്നു, ഒന്നുകൂടി നിങ്ങളെ ഓർപ്പിച്ചുണർത്തുകയാണ്. എഫേസ്യ ലേഖനം 3-ാം അധ്യായം എൻ്റെ ഹൃദയത്തിൽ വളരെ സന്തോഷം തരുന്നൊരു അധ്യായമാണിത്. എഫേസ്യ ലേഖനം എല്ലാ അധ്യായങ്ങളും എല്ലാ ലേഖനങ്ങളും അങ്ങനെ തന്നെ. എസ്പെഷ്യലി ഇതിലെ 6-ാമത്തെ വാക്യം, ജാതികൾ ക്രിസ്തുയേശുവിൻ്റെ കൂട്ടവകാശികൾ, ഏക ശരീരസ്ഥർ, വാഗ്ദത്തത്തിന് പങ്കാളികൾ എന്നുള്ള വാക്യം എൻ്റെ ഹൃദയത്തെ വളരെ എന്തോ പറയുക, മോട്ടിവേഷൻ തരിക, പ്രചോദനം തരിക, എന്നെ സന്തോഷഭരിതനാക്കുക. എൻ്റെ ഭാവി എത്ര അനുഗ്രഹിക്കപ്പെട്ടതെന്ന് ആ വചനത്തിലൂടെ പഠിച്ച് മനസ്സിലാക്കിയപ്പോൾ നീ വലിയ സന്തോഷം. ഞാൻ ആരാ? ക്രിസ്തുയേശുവിൻ്റെ കൂട്ടവകാശം ലഭിച്ചവരാ. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ആരാ? ക്രിസ്തുവിൻ്റെ ശരീരമാണ്. ഞാൻ ആരാ? യേശു ക്രിസ്തുവിൻ്റെ വാഗ്ദത്തത്തിന് പങ്കാളിത്തമുള്ളൊരു വ്യക്തിയാണ്. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിലെ ഈ പഠനം ഇന്ന് പൽക്കാലം നമ്മളൊന്ന് പഠിക്കാൻ പോവുകയാണ്. 2025 ലാസ്റ്റ് സഭായോഗത്തിൽ ഈ വചനം നമ്മളൊന്ന് ഗ്രഹിക്കണമേ എന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഓർപ്പിക്കുന്നു. എൻ്റെ 1-ാമത്തെ വാക്യം വായിച്ചാട്ടോ. 1-ാമത്തെ വാക്യം വായിച്ചു. ജാതികളായ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുയേശുവിൻ്റെ ബദ്ധനായിരിക്കുന്നു. ജാതികളായ നിങ്ങൾക്ക് വേണ്ടി. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ജാതികളുടെ അപ്പോസ്തലനായിട്ടാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. പത്രോസിനെ പരിച്ഛേദനക്കാരുടെ ഇടയിൽ, അതായത് യഹൂദന്മാരുടെ ഇടയിൽ. സ്തോത്രം. അപ്പോൾ തന്നെ പൗലോസ് എല്ലായിടത്തും പ്രവർത്തിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പൗലോസ് ഒരു അപ്പോസ്തലനാണ്, പ്രവാചകനാണ്, സുവിശേഷകനാണ്, ഇടയനാണ്, ഉപദേഷ്ടാവാണ്. പത്രോസും ഏകദേശമൊക്കെ അതുപോലെയൊക്കെ തന്നെ. ഹല്ലേലൂയ. എന്നാൽ എക്സ്പെഷ്യലി ജാതികളുടെ അപ്പോസ്തലൻ എന്ന് പൗലോസിനെ പല ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ജാതികളുടെ അപ്പോസ്തലൻ. സ്തോത്രം. ജാതികളായ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുയേശുവിൻ്റെ ബദ്ധനായിരിക്കുന്നു. നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ച് ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ ഒരു മർമ്മം അറിവായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. മർമ്മം, മിസ്റ്ററി. എന്താണ് മർമ്മം? മർമ്മത്തെക്കുറിച്ച് പല നിർവചനങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട്. എന്നാൽ എനിക്ക് ഏറ്റവും
അംഗീകരിക്കപ്പെടുന്നതായ ഒരു വ്യാഖ്യാനം ഇതാണ് ദൈവം തൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ദൈവം വെളിപ്പെടുത്തി കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നതുമായ ഒരു വിഷയമാണ് മർമ്മം എന്ന് ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ച ദൈവകൃത്യൻ പറഞ്ഞത് ഞാൻ ഇപ്പോൾ ഓർക്കാനിടയായി. ഈ മർമ്മം എല്ലാവർക്കും വെളിപ്പെട്ട് കിട്ടത്തില്ല. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, 12 ശിഷ്യന്മാരോടാണ് പറഞ്ഞത്. അപ്പം തിന്നാൻ വന്നവരും, രോഗശാന്തിക്ക് വന്നവരും, ഭൂതശാന്തിക്ക് വന്നവരും, വിടുതലിന് വന്നവരും, വിസ മേടിക്കാൻ വന്നവർക്ക്, ഫ്ലൈറ്റ് ടിക്കറ്റിന് വേണ്ടി പ്രാർത്ഥിച്ചു വന്നവർക്ക്, ഭൗതിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഒരു വലിയ സംഖ്യ ജനം യേശു കർത്താവിൻ്റെ പുറകെ അനുഗമിച്ചു എന്ന് സുവിശേഷത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നു. യോഹന്നാൻ 5-6 അധ്യായം പഠിക്കുമ്പോൾ ഉപദേശം ശക്തമാക്കിയപ്പോൾ അവരെല്ലാം പിൻപോട്ട് പോയി. പിന്നെ നിൽക്കുന്ന 12 പേരോടും കർത്താവ് പറഞ്ഞു, നിങ്ങൾക്കും പോയിക്കൊള്ളാൻ മനസ്സുണ്ടോ? ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വഴികൾ നിന്റെ പക്കലുണ്ട്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ ക്രിസ്തു എന്ന് ഞങ്ങൾ വിശ്വസിച്ചും ഇരിക്കുന്നു എന്ന് പറഞ്ഞ പത്രോസിന്റെ പിന്തുടർച്ചക്കാരാണ്, അല്ലെങ്കിൽ ആദിമ ശിഷ്യന്മാരുടെ പിന്തുടർച്ചക്കാരാണ് യഥാർത്ഥ പെന്തക്കോസ്തുകാരെ ദൈവമക്കൾ. എന്നുള്ള പെന്തക്കോസ്തുകാരെ കുറിച്ചല്ല പറയുന്നത്. അവരൊന്നും ആ അവസ്ഥയിൽ നിന്ന് എന്നേ പുറകോട്ട് പോയി. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ആരാ? കർത്താവിനെ ഫോളോ ചെയ്ത ശിഷ്യന്മാരുടെ പിന്തുടർച്ചക്കാരാ. എന്തായിരുന്നു ആ പിന്തുടർച്ചക്കാരുടെ ലക്ഷ്യം? നിത്യജീവൻ. ഒരു യഥാർത്ഥ ശിഷ്യന്റെ ലക്ഷ്യം നിത്യജീവനായിരിക്കണം. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ കർത്താവായ യേശുക്രിസ്തു നിത്യജീവൻ തന്നെ. നിത്യജീവന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന പരദേശി മോക്ഷയാത്ര എന്നുള്ള പുസ്തകം നിങ്ങൾ എല്ലാവരും ഒന്ന് വായിക്കണം. വളരെ മനോഹരമാണ്. ജോൺ ബെനിയൻ ജയിലിൽ കിടന്ന് എഴുതിയെന്നാണ് എൻ്റെ ഓർമ്മ. വേദപുസ്തകം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഒരു പുസ്തകമാണ് പരദേശി മോക്ഷയാത്ര. എൻ്റെ കയ്യിലുണ്ട്, ഞാനത് വായിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ മോക്ഷയാത്രക്കാരാണ്, പരദേശികളാണ്, പ്രവാസികളാണ്. നമുക്കിവിടെ നിലനിൽക്കുന്ന ഒന്നുമില്ല. നമ്മൾ ജോലി ചെയ്ത് വാങ്ങിക്കൂട്ടിയതോ നമ്മൾ അധ്വാനിച്ചു ഉണ്ടാക്കിയതോ ഒന്നും ഇവിടെ നിലനിൽക്കത്തില്ല. നമ്മൾ മരിച്ചു പോകുമ്പോൾ ഇതൊന്നും നമ്മൾ കൊണ്ടുപോകുകയില്ല. മരണാനന്തരം നമ്മളെ ഇതൊന്നും പിന്തുടരുകയില്ല. ഹല്ലേലൂയ. മരണാനന്തരം നമ്മുടെ പുറകെ വരുന്ന ഒന്നും ഇവിടെ ഇല്ല. ഇല്ലേന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയും. സ്തോത്രം. വേദപുസ്തകം കൂലങ്കുഷമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ പുറകെ ഒന്നും വരത്തില്ല. നമ്മൾ സമ്പാദിച്ച സ്വത്തുകളൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുകൊണ്ടായിരിക്കാം ചൈനയിൽ ഒരു ജാതീയമായ ഒരു നിയമമുള്ളത്. ഒരു കോടീശ്വരനായ വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അവനെ ചിതയിലിട്ട് ദഹിപ്പിക്കുമ്പോൾ അവൻ സമ്പാദിച്ചതെല്ലാം കൂടി അതിലിട്ട് ദഹിപ്പിച്ച് അവൻ പോകുന്നിടത്ത് അങ്ങോട്ട് കൊണ്ടുപോക്കോ എന്നും പറഞ്ഞ് വലിയ ബുദ്ധിജീവികളെന്ന് വിളിക്കപ്പെടുന്ന ചൈനക്കാരുടെ ഇടയിലുള്ള ഒരു പേഗണാചാരം. ഈ പോകുമ്പോൾ ഇതിൻ്റെ സ്വത്തും കൊണ്ടുപോക്കും. ഇവരെവിടെ പോയി? അത് വെറും അന്ധവിശ്വാസമാണ്. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിലൊരു വാക്യം നിങ്ങളെ തിരികെപ്പെടുത്താം. 14-ാം അധ്യായം. ഞാൻ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു അത് പറഞ്ഞത്, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു. മരിച്ചുപോയ വ്യക്തിയുടെ പ്രവൃത്തി അവരെ പിന്തുടരും. അത് നന്മയാണെങ്കിൽ നന്മയ്ക്കായിട്ട്, തിന്മയാണെങ്കിൽ തിന്മയ്ക്കായിട്ട് ആ പ്രവൃത്തി അവരെ പിന്തുടരും. ഇതെത്ര പേര് വിശ്വസിക്കുന്നു? തിന്മ ചെയ്തിട്ട് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടാൽ ആ തിന്മ നമ്മളെ പിന്തുടർന്ന് നിത്യമായ നരകാഗ്നിയിലേക്ക് തള്ളിക്കളയുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? നന്മ ചെയ്താൽ ആ നന്മയുടെ ഫലമായ നിത്യത പ്രാപിക്കുവാനും ആ പ്രവൃത്തികൾ നമ്മളെ പിന്തുടരുന്നു. സഹോദരങ്ങളെ, ഈ വാക്യം ഓർമ്മയിൽ ഇരിക്കട്ടെ. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം എല്ലാവരും
ഹൃദയത്തിൽ കരുതിക്കൊള്ളണമേ. നമ്മുടെ പ്രവൃത്തികൾ നമ്മളെ പിന്തുടരും. യഹോവയുടെ കണ്ണ് ഭൂമിയിലേക്ക് ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ ജീവിതവും കർത്താവ് കണ്ടുകൊണ്ടിരിക്കുന്നു. ആ പ്രവൃത്തികളും എല്ലാം മരണശേഷം നമ്മളെ പിന്തുടർന്ന് അത് നന്മയ്ക്കായിട്ടോ തിന്മയ്ക്കായിട്ടോ വ്യാപരിക്കുമെന്ന് സത്യവേദ പുസ്തകം പഠിപ്പിക്കുന്നു. എത്ര പേര് യാഥാർത്ഥ്യം ഇന്ന് പിൽക്കാലം മനസ്സിലാക്കും? ഞാൻ ആ വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. എഫേസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ ഇവിടെ പൗലോസ് പറയുന്നത്, ആ മർമ്മം എനിക്ക് വെളിപ്പെട്ടു. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങൾ ഗ്രഹിപ്പാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. ആർക്ക്? 12 പേർക്ക്. അവരിൽ നിന്ന് നമുക്ക് കിട്ടി. ഞാൻ അങ്ങനെ പഠിക്കുന്നത്. സ്തോത്രം. അതെനിക്ക് നേരിട്ട് കിട്ടിയതല്ല. അവർ പറഞ്ഞ വചനങ്ങൾ വെളിപ്പാടായി ദൈവം കൊടുത്ത ദൈവദാസന്മാരുണ്ട്. അതിലൊരാളാണ് ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ച ദൈവവൃത്യൻ. അദ്ദേഹത്തിന് ഞങ്ങൾക്കും കിട്ടി. അത് 25 വർഷം ബന്ധക്കോസുകാരനായിട്ടിരുന്നിട്ട് പാസ്റ്റർമാരും റവറന്റുമാരും ഡോക്ടർമാരൊക്കെ എന്നെ വചനം പറഞ്ഞു കേൾപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ട് എന്താ കിട്ടാത്തത്? അവർക്ക് കിട്ടിയില്ല. അതാ ഞാൻ നേരത്തെ പറഞ്ഞ മർമ്മം എന്നുള്ളത് ദൈവം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രം വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ വെളിപ്പെട്ട് വരുന്നതാണ് മർമ്മം. എല്ലാവർക്കും കിട്ടത്തില്ല. ഈ ശബ്ദം നിങ്ങൾ കേൾക്കുന്നെങ്കിൽ നിങ്ങൾക്കിത് ഒരു പക്ഷേ ഈ പ്രസംഗത്തിലൂടെ ദൈവം ഇത് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരികയാ. ഈ മർമ്മം എന്താണ്? ആ മർമ്മം ജാതികൾ ക്രിസ്തുയേശുവിന്റെ കൂട്ടവാസികൾ, ഏക ശരീരസ്ഥർ, വാഗ്ദത്തത്തിൽ പങ്കാളികൾ, നമ്മെക്കുറിച്ചുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഈ മർമ്മമായിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നത്. എഫേസ്യർ 3:6. ഞാനും നിങ്ങൾ നിസ്സാരക്കാരല്ല. നമുക്ക് വിദ്യാഭ്യാസം കുറഞ്ഞവരായിരിക്കാം, പണമില്ലാത്തവരായിരിക്കാം, സൗന്ദര്യമില്ലാത്തവരായിരിക്കാം, സമൂഹത്തിൽ ഒറ്റപ്പെട്ട് കഴിയുകയായിരിക്കാം, പീഡിപ്പിക്കപ്പെടുന്നവരായിരിക്കാം, വുഡഡ് പീപ്പിൾ ആയിരിക്കാം, മുറിവേറ്റ് കിടക്കുന്നവരായിരിക്കാം, കഷ്ടതയിലൂടെ മുമ്പോട്ട് പോകുന്നവരായിരിക്കാം, ഭക്ഷണത്തിന് വകയില്ലാത്തവരായിരിക്കാം, രോഗത്തിന്റെ പിടിയിൽ അമർന്നു കിടക്കുന്നവരായിരിക്കാം. എന്നാൽ നിങ്ങൾ ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ പത്യവചനവും പത്യോപദേശവും അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ആരാണ്? ക്രിസ്തുവേശുവിന്റെ കൂട്ടവകാശികളാണ്. ക്രിസ്തുവിന്റെ ഏക ശരീരത്തിന്റെ ഒരു അവയവമാണ്. ക്രിസ്തുവിന്റെ വാഗ്ദത്വത്തിന് പങ്കാളികളാണ് നിങ്ങൾ. നിങ്ങൾ ഈ പ്രമാണം അനുസരിക്കുന്നവരാണെങ്കിൽ 2025 അവസാനം എനിക്ക് നിങ്ങളോട് പറയാനുള്ള ശക്തമായ മെസ്സേജുകളിൽ ഒന്നാണിത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ പത്യവചനവും ഭക്തിത്വോപദേശവും അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിന്റെ കൂട്ടവകാശികളാകാനുള്ളവരാണ്. അവന്റെ വാഗ്ദത്തത്തിന് പങ്കാളികളാണ്. അവന്റെ ശരീരത്തിന്റെ ഒരു പാർട്ടാണ് നിങ്ങൾ. നിങ്ങൾക്ക് സന്തോഷിപ്പാൻ വകയുണ്ട്, നിങ്ങൾക്ക് ആനന്ദിപ്പാൻ വകയുണ്ട്, നിങ്ങൾക്ക് നൃത്തം ചവിട്ടാൻ വകയുണ്ട്. ഇല്ലെങ്കിലോ ഒരു ഗുണവുമില്ല. ഒരു സാധാ ബന്ധക്കോസുകാരനായിട്ട് ജീവിച്ച് നരകക്കുഴിയിലോട്ട് പോകാം. പറയുമ്പോൾ എല്ലാം തീർത്ത് പറയണമല്ലോ. സത്യം പറയാൻ ആളില്ല, യാഥാർത്ഥ്യങ്ങൾ തുറന്നു വയ്ക്കാൻ ആളില്ല, സുഖിപ്പിക്കാനും സന്തോഷിപ്പിക്കാനേ ഉള്ളൂ. വചനമെടുത്ത് സന്തോഷിപ്പിച്ച് സുഖിപ്പിച്ച് ആനന്ദത്തിൽ ആറാടിച്ചുകൊണ്ടിരിക്കുക ഇന്ന് ബഹുഭൂരിപക്ഷം കൾട്ട് ശുശ്രൂഷകന്മാര്. ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന പേര് എൻ്റേതായിട്ടൊരു പേരില്ല, കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടകന്മാരും. വചനത്തിലൂടെ പറഞ്ഞാൽ ആർക്കും പിണക്കില്ലല്ലോ. മറ്റു ഭാഷകൾ നമ്മൾ ഉപയോഗിക്കേണ്ട. വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാഷ പ്രയോഗിച്ചോ, മറ്റൊന്നും പറയണ്ട. കേരളത്തിലെ കിടുകിട ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാസ്റ്റർ ഒരിക്കൽ ഇങ്ങനെ എടുത്ത് പലതും സംസാരിച്ചു. വളരെ മോശമായ ഭാഷകൾ പറഞ്ഞു. ഞാൻ പുള്ളിയുടെ നമ്പർ തപ്പിയെടുത്ത്, സഹോദര പാസ്റ്ററെ, പ്രസംഗങ്ങളൊക്കെ കൊള്ളാം, പക്ഷെ ബഹുപക്ഷ പ്രതിപക്ഷ ബഹുമാനമില്ലാതെ നിങ്ങൾ വളരെ വൾഗർ വേർഡുകൾ ഉപയോഗിക്കുന്നു, അത് നിർത്തണമെന്ന് പറഞ്ഞു. അച്ഛാ ഞാനത് ശ്രദ്ധിക്കാം അച്ഛാ ഞാനത് ശ്രദ്ധിക്കാം അച്ഛാ എന്നോട് പറയാനിടയായി. കാരണം എന്നെക്കാൾ എത്രയോ പ്രായത്തിൽ കുറവാണ് അദ്ദേഹം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ക്രിസ്തുവേശുവിന്റെ കൂട്ടാവകാശികളാണ്, നിങ്ങൾ ഏക ശരീരസ്ഥരാണ്, നിങ്ങൾ വാഗ്ദത്തത്തിൽ പങ്കാളികളാണെന്ന് ഈ 2025 ഡിസംബർ മാസം 28-ാം തീയതി ഞാൻ നിങ്ങളോട് പറയുന്ന സന്ദേശം നിങ്ങളൊന്ന് കേട്ടെങ്കിൽ നന്നായിരുന്നു. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നൊരു സഹോദരൻ ഒരാഴ്ചത്തെ പ്രാർത്ഥനയ്ക്കായിട്ട് പോയത് കൊണ്ട്
ഒരാഴ്ചയായി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. വോയിസ് മെസ്സേജ് ആയിട്ട് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുക. പക്ഷേ ഇത് വോയിസ് മെസ്സേജ് ആയിട്ട് ഇടാൻ താല്പര്യപ്പെടുന്നില്ല. ഇത് യൂട്യൂബിൽ തന്നെ അപ്ലോഡ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് വരുന്ന ചൊവ്വാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്കൊരു പക്ഷേ ഇത് കിട്ടുന്നത്. സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ആരാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അലക്സാണ്ടർ ചക്രവർത്തിയുടെ പിതാവ് അലക്സാണ്ടറിനോട് ഇങ്ങനെ പറയുമായിരുന്നു. ഫിലിപ്പ് രാജാവ് പന്ത് കളിച്ച് ക്ഷീണിച്ച് വേർത്ത് കുളിച്ച് വല്ലാത്ത അവസ്ഥയിൽ കയറി വരുന്ന അലക്സാണ്ടർ എന്ന കുഞ്ഞിനോട്, ഒരു 10-15 വയസ്സുള്ള കുഞ്ഞാന്ന് വെച്ചോ, ഫിലിപ്പ് രാജാവ് പറയും, മകനെ, എൻ്റെ കാലശേഷം ഈ സാമ്രാജ്യത്തെ ഭരിക്കേണ്ട ചക്രവർത്തിയാണ് നീ എന്നുള്ള ബോധ്യം എപ്പോഴും നിനക്കുണ്ടാകണം. എന്നെ കേൾക്കുന്ന പെന്തക്കോ സമൂഹമേ, ദൈവ പൈതലായി ജീവിച്ച്, ദൈവദാസനായി ദാസിയായി ജീവിച്ച്, ദൈവവചനത്തിൻ്റെ വ്യവസ്ഥകൾ പാലിച്ച്, പഥ്യവചനവും പഥ്യോപദേശവും അനുസരിച്ച് ജീവിച്ച്, യേശുക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളായി, ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഒരു അവയവമായി, യേശുക്രിസ്തുവിൻ്റെ പങ്കാളികളായി തീരേണ്ട വ്യക്തികളാണെന്നുള്ള ബോധ്യം നിങ്ങൾ മറന്ന് പ്രവർത്തിക്കരുത്. സ്തോത്രം.